പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു 5-6 മാസത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒന്ന് ഫിഷിംഗ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിപ്പം നമ്മൾ മീൻ പിടിക്കുന്നതായിട്ട് ഒന്നും കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിത് രാത്രി പോയാണ് വലയിട്ടത്. അപ്പോൾ ഇതിപ്പം പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം 2 ദിവസം മുമ്പേ നമ്മളിതുപോലെ ആറ്റി ചൂണ്ടിടാൻ വേണ്ടി പോയപ്പോൾ ആറന്മുളയ്ക്ക് അടുത്ത് ആറ്റി ചൂണ്ടിടാൻ പോയപ്പോഴത്തേക്കിന് നമുക്ക് ചൂണ്ടയിൽ ഏകദേശം നല്ല വലിപ്പമുള്ള ഒരു വാള നമുക്ക് കിട്ടി. അപ്പം ആ വാള നിങ്ങളെ ആദ്യം ഒന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഈ വാള വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ അതിനെ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ വാള ഇതാണ്. നമ്മൾ ചൂണ്ടയിൽ കിട്ടിയ വാള എന്ന് വേണമെങ്കിൽ പറയാം. ചൂണ്ടയിൽ കിട്ടിയ വാള നമുക്ക് ഇതാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിതിനെ കൊന്നിട്ടില്ല. നമ്മളിതിനെ എടുത്തുകൊണ്ട് ഒരു കയറെ കെട്ടി വള്ളത്തിൽ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ കണ്ടപ്പം തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ കിട്ടിയ സ്ഥലത്ത് തന്നെ ഇതിക്കാട്ടിലും വലിയ മീനുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് ചൂണ്ടയിട്ടാൽ കൂടി വന്നാൽ 1-2 കൊല്ലം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് വിചാരിച്ചെന്നാൽ വലയിടാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് രാത്രിയിൽ വലയിടാൻ വേണ്ടി വന്നത്. രാത്രിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വല എടുക്കുന്നതൊന്നും കാണിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഇരിക്കുന്ന ഒരു 10-12 രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ഫോണാണ്. അപ്പോൾ അതിനകത്ത് രാത്രിയിൽ എത്രമാത്രം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മളിത് പോകാൻ നേരത്ത് ഉറപ്പായിട്ടും വല ഇടുന്നതും വല എടുക്കുന്നതുമായ വീഡിയോ നിങ്ങളെ ഉറപ്പായിട്ട് ഞാൻ കാണിച്ചിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഈ മീനെ ഇതിനകത്ത് കയറിനകത്ത് കെട്ടിയിട്ടിരിക്കുന്നതിന് ഉദ്ദേശം എന്താ വെച്ചാൽ തന്നെ ഇത് ചാകത്തില്ല. നമുക്ക് ആവശ്യക്കാർക്ക് വേണ്ടി നമുക്ക് ജീവനോടാണ് ഇത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. മീൻ പിടിച്ചുകൊണ്ട് വന്ന് പറഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ അത് ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരത് വാങ്ങിക്കാൻ മടിക്കും. അതുകൊണ്ടാണ് നമ്മളിതിനെ ചാകാതെ ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇതിനേക്കാളും നമുക്കൊരു 10-12 മീനെ നമുക്ക് ഇതുപോലെ കിട്ടുന്നത്. അതെല്ലാം നല്ല സൈസുള്ള സാധനം തന്നെ. ഇതെല്ലാം ഇതുപോലെ തന്നെ ഈ വള്ളത്തിൽ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ആവശ്യക്കാർക്ക് വരുമ്പം നമ്മളത് ജീവനോട് എടുത്ത് കൊടുക്കും. നമ്മൾ അവരുടെ റേറ്റ് പറഞ്ഞ് നമ്മൾ സാധാരണ എത്ര കൊടുക്കുന്നത് ആ റേറ്റ് പറഞ്ഞ് നമ്മളിത് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇത് കണ്ടില്ലേ, ഒരു 10-12 അതിനെ കിട്ടി. ഇതിനേക്കാളും വലിയ 2 ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ രാവിലെ തന്നെ ആൾക്കാർ കൊണ്ടുപോയി. ഇപ്പം നമ്മുടെ കയ്യിൽ മൊത്തം ഒരു 6 ജീവനോടുള്ളത് കിടപ്പുണ്ട്. ഒരെണ്ണം ചത്തുപോയി, പക്ഷേ ബാക്കി 6 ജീവനോടെ കിടപ്പുണ്ട്. അപ്പം നമ്മളത് ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് ഏതായാലും അത് പൊക്കി കാണിക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. എന്തായാലും നിങ്ങൾ അവസാനം മൊത്തം മീനെ ഒന്ന് കാണിക്കുന്നതായിരിക്കും. ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ വലയിട്ട് മീനെ കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ ആറ്റിലാണെങ്കിൽ ചാകാതിരിക്കാൻ വേണ്ടി വള്ളത്തെ തന്നെ കെട്ടിയിട്ടത്. പക്ഷേ നമ്മൾ 2 തന്നെ കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ നമുക്ക് മീനും ഇല്ല, ആ കയറ് പോലും കാണാറില്ല. കണ്ടില്ലേ, നിങ്ങൾ കണ്ടോ? നല്ല ജീവനോട് തന്നെ ഉള്ള വാള തന്നെയാണ്, അല്ലാതെ ചത്തി കിടക്കുന്നൊന്നുമല്ല. അതാണ് നിങ്ങളെ കാണിക്കാണ്ടല്ലേ, അത് അനങ്ങുന്ന കണ്ടില്ലേ. ഇത്തരം സൈസ് തന്നെയാണ് എല്ലാം കിടക്കുന്നത്. പക്ഷേ നമ്മൾ പൊക്കാൻ പറ്റുന്നില്ല, നല്ല വെയിറ്റാണ്. അപ്പം തൽക്കാലം നമ്മൾ അതിനെ അവിടെ തന്നെ ഇടാം. ഇത്രയൊക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ, നല്ല സൈസ് സാധനം തന്നെ എല്ലാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.